എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അവില് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അല്ലേ. ഈ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിക്കായിട്ടുള്ള വെള്ള അവിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കുകയാണ്. 2 പ്രാവശ്യം കഴുകിയെടുത്താൽ മതിയാവും. അവിൽ ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കുകയാണ്. അവിൽ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. നമ്മൾ ഇളക്കി കൊടുക്കണം, കാരണം ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എല്ലായിടത്തും ഒരേപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു പാത്രം ഇട്ട് അടച്ചിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേനും നമ്മുടെ അവിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവുക. ഇത് ഞാനൊരു സ്പൂൺ കൊണ്ട് ഇളക്കി നോക്കുകയാണ്. അവിൽ വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ശേഷം കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കുകയാണ്. അത് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഈ ഒരു പരിവായതും നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അവിൽ ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ ഉപ്മാവിലേക്ക് വേണ്ട ഉപ്പ് അവിൽ കുതിർക്കുമ്പോൾ തന്നെ ഇട്ടിരുന്നല്ലോ. അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവുമേ. അവിലിട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു. എന്നിട്ട് അവസാനമായിട്ട് ചിരകി വെച്ചിരിക്കുന്ന നാളികേരവും ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അവിൽ ഉപ്മാവ് റെഡി. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറികളൊക്കെ ചേർത്താട്ടോ. അതായത് ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് പോലുള്ള സാധനങ്ങൾ, അതേപോലെ കശുവണ്ടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഇനിയും സ്വാദ് കൂട്ടുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.